മരത്തിനെ വളയ, ഞാൻ മുകളിലേക്ക് കയറാം. കൂട്ടുകാരെ നോക്ക്, നമുക്ക് ആ പൂച്ച എങ്ങനെങ്കിലും രക്ഷിക്കണം. പക്ഷെ ആ പൂച്ച രക്ഷിക്കണേന്നൊന്നും വിളിച്ച് പറയുന്നില്ലല്ലോ കൊച്ചലിയ. പേടിച്ചിരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോഴൊന്നും ശബ്ദം പുറത്തേക്ക് വരില്ല. സംശയമുണ്ടോ? അവൻ രക്ഷപ്പെടാൻ പാടില്ല. പറയുന്ന കേൾക്ക്, ആ പൂച്ച വെറുതെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്റ്റമ്പ് പോലുള്ള കാലുകൾ തല്ലി ഒടിച്ചു കളയും. അങ്ങനെ വിടുന്ന പ്രശ്നമില്ല സാർ, ഞങ്ങളെ ജോലിയിൽ നിന്നും പുറത്താക്കും. എന്റെ ബ്രോ, കാലും കൈയും ഒക്കെ ഒടിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ബോഡി ഗാർഡിന്റെ ജോലി ആരും തരില്ല. സംശയമുണ്ടോ? കേട്ടില്ലേ, അവള് രക്ഷിക്കാനാ പറഞ്ഞത്. ഇനി ഏതായാലും രക്ഷിച്ചേ പറ്റുള്ളൂ. എടാ പൊക്കോ, ഓടിക്കോടുന്ന്. ഓടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, നിങ്ങൾ ഓടുന്നോ അതോ നിങ്ങളെ ഞങ്ങൾ തല്ലി ഓടിക്കണോ? ഇവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു. നീ കില്ലിയെ പിടിച്ചോണം. കിളിയെ പിടിക്കാനാണെന്നുണ്ടെങ്കിലേ ദാ മരത്തിന്റെ മുകളിലോട്ട് കേറേണ്ടി വരില്ലേ? എടാ, നമ്മളെ കൂട്ടുകാരെന്താ വിളിച്ചേ? ഇനി രക്ഷിച്ചേ പറ്റൂ. നിനക്ക് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലടാ. ഇനി ക്യാച്ച് ചെയ്ത് നീ. സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ വരാൻ. കണ്ടില്ലേ സാർ, കില്ലി ഞങ്ങളെ ഈ അവസ്ഥയാക്കി കളഞ്ഞു. സാറോ കൊച്ചലിയ, അപ്പൊ മെയിൻ വില്ലൻ ഇയാളാണ്. അതെ കൂട്ടുകാരെ, ഇയാളാണ് എന്നെ പിടിക്കാൻ വേണ്ടി ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇത് അവളുടെ ഡാഡിയാണെന്ന് അവള് പറയുന്നേ. അല്ല, ഇപ്പൊ ഇവള് തന്നെയല്ലേ പറഞ്ഞത് ആ ഗുണ്ടകളെ അയച്ചത് ഇയാളാണെന്ന്? എടോ, താനത് കഴുതിയാണോ? അതെ. ഇതിലിപ്പോ ഇത്ര ചിരിക്കാൻ എന്താ ഉള്ളത്? നിങ്ങൾ തന്നെയല്ലേ പറയാറ് ഞാനൊരു കഴുതയാണെന്ന്? But you are not. ഇതെന്ത് തോന്നിയാസമാണ് മോളെ? നീ എന്തിനാ സ്വന്തം ഗാർഡ്സിനെ തല്ലു കൊള്ളിക്കുന്നത്? ഇവരെന്റെ ബോഡി ഗാർഡ്സ് ആണ്. 24 മണിക്കൂറും എന്റെ പുറകെ കാണും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മോളെ, ഇത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്റെ കയ്യിൽ കാശുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ചിലപ്പോ ആരെങ്കിലും നിന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് വരും മോളെ. പക്ഷേ എനിക്ക് കാണില്ല മറ്റു കുട്ടികളെ പോലെ കളിച്ച് ചിരിച്ച് നടക്കാൻ. എന്റെ മോളെ, നീ നിന്റെ ബോർഡിംഗ് സ്കൂളിൽ സാധാരണ കുട്ടികളെ പോലെ തന്നെയല്ലേ നടക്കുന്നത്? ഹായ്, ഐ ആം ക്ലീ. ഞങ്ങൾ ഹണി ബണ്ണി, പിന്നെ സോർദാറും പോപ്പട്ടു. ഞങ്ങൾ അടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നേ. അടുത്ത തവണ ഞാൻ ഒളിച്ചോടുമ്പോ നിങ്ങളെ കാണാൻ തീർച്ചയായും വരാം. ബൈ. ഇവർ വളരെ ധൈര്യശാലികളാണ്. ഇയാൾ എത്ര നാളിങ്ങനെ രക്ഷിക്കും സ്വന്തം മകളെ? കാളി അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കും. ഇന്ന് ആ ഗാർഡ്സ് 4 പിള്ളേരും കാരണം നമുക്ക് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ജുങ്ക സാർ നമ്മളെ വഴക്ക് പറയും. അയ്യോ എന്റെ ജുങ്ക സാറേ, ഇങ്ങനെ കരയില്ലേ സാറേ? എന്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഇത് എത്രാമത്തെ പ്രാവശ്യം? ഒരു പൂച്ചയെ പിടിക്കാൻ ഇത്ര സമയം എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത്? സാർ, ഇത്തവണ
നമുക്ക് ഡോഗിനെ ട്രൈ ചെയ്താലോ? ഡോഗ് എന്താ? എന്റെ സാറേ, 4 കാലുള്ള ഒരു മൃഗമില്ലേ, പുറകിൽ വാല് കൊണ്ട് ഇങ്ങനെ കുരക്കുകയും ചെയ്യും. ഡോഗ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ പൂച്ച അതൊരു കോടീശ്വരന്റെ മകളാണ്. ആ ഡോഗും ഒരു കോടീശ്വരന്റെ മകനാണ്. അങ്ങനെ ഒരു ഡോഗിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാനൊരു ചേഞ്ചിന് ഒരു ഡോഗിനെ പിടിക്കാന്നാ പറഞ്ഞത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടുമില്ല. ജുങ്ക എന്താണ് ഇവിടെ കോൺഫിഡന്റിന്റെ ക്ലാസ് വല്ലതും വെച്ചിട്ടുണ്ടോ? യെസ് സാർ. ഐ മീൻ നോ സാർ. അങ്ങനെ ചെയ്താൽ എന്റെ ക്ഷമ വെറുതെ നീ പരീക്ഷിക്കരുത്. അയ്യോ സാറേ, ക്ഷമയുള്ളത് വളരെ നല്ലതാണ്. ചിലപ്പോ അവാർഡ് വരെ കിട്ടിയെന്ന് വരും. നിന്നെ പോലുള്ളവരെ മേക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നിന്നെ കൊണ്ടൊന്നും നടക്കൂല. ജൂങ്കയുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഈയിടെയായി നമ്മൾ ചെയ്ത പ്ലാനുകളെല്ലാം കുളമായി പോവുകയാണല്ലോ സാർ. നിങ്ങൾ കാരണമാണ് അത് കുളമായത്. അടുത്ത തവണ ജുങ്ക ഒറ്റയ്ക്കായിരിക്കും ഇറങ്ങുന്നത്. എന്നിട്ട് 100 കോടി കൊണ്ട് തിരിച്ചു കയറും. പ്ലാൻ എന്താണെന്ന് പറയൂ സാറേ. ഒരു പ്രൈവറ്റ് ജെറ്റ്, ഒരു ഐലൻഡ്, ഒരു യാർഡ്, ഒരു വലിയ ബംഗ്ലാവ്. ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചല്ല, കിഡ്നാപ്പിംഗ് പ്ലാനിനെ കുറിച്ച് പറയൂ സാർ. കില്ലിയെ നമുക്ക് ബോഡി സ്കൂളിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാം. അവിടെ ബോഡി ഗാർഡ് ഇല്ല. എന്ത് ഗേറ്റിന് പുറത്തെന്തായാലും ഗാർഡ്സ് ഉണ്ടാവില്ലേ? ജുങ്ക ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങില്ല. കൊള്ളാം സാർ, ബ്രില്യന്റ് ആണ് സാർ, ബ്രില്യന്റ് ആണ്. നമുക്ക് അവിടുന്ന് ഹെലികോപ്റ്ററിൽ പറന്നു പോകാം. നിന്റെ തലമുറയിൽ ആരെങ്കിലും ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ടുണ്ടോ? ആദ്യത്തെ പ്ലാൻ, നമ്മൾ താഴെ കൂടെ ആയിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. താഴെ കൂടെ ഒക്കെ രക്ഷപ്പെടുന്നത് ഓക്കെ, പക്ഷെ നമ്മൾ എങ്ങനെയാണ് ബോസ് അകത്ത് കയറുന്നത്? ബോക്സ് തുറക്ക്. എല്ലാവരെയും 7 ദിവസത്തേക്ക് ഞാൻ സസ്പെൻഡ് ചെയ്യും. ആർക്കും ഡിന്നർ പോലും കിട്ടില്ല. മാത്രമല്ല, എല്ലാവരെയും കൊണ്ട് ഹോസ്റ്റൽ മുഴുവൻ ഞാൻ വൃത്തിയാക്കിപ്പിക്കും. വിട്, എന്നെ വിടാനാ ഞാൻ പറഞ്ഞത്. മിണ്ടരുത്. നീ ഇവിടത്തെ വാർഡനല്ല. അപ്പൊ ആരാ വാർഡൻ? കില്ലിയുടെ ഹോസ്റ്റലിന്റെ പുതിയ വാർഡൻ. ഇനി ഇവിടെ കിടക്കും. പുതിയ വാർഡനായിട്ട് ഞാൻ പോകും. ഞാൻ ഹോസ്റ്റലിൽ ചെന്നാലുടൻ നല്ലൊരു അവസരം നോക്കി നിങ്ങളെയും വിളിക്കും. അപ്പൊ സമയത്തിന് എത്തണം. ഒരബദ്ധവും പറ്റരുത്. ഓർമ്മിച്ചു വെച്ചോളാം. ജുങ്കയുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കില്ലി അടിപൊളിയാ, ഭയങ്കര കുസൃതിയാണ്. സ്വന്തം ഗാർഡ്സിനെ വരെ വട്ടം ചിരിച്ചില്ലേ? ഭയങ്കര പണക്കാരാ അവര്. സംശയമുണ്ടോ? എന്നിട്ട് എന്താണ് പ്രയോജനം? അവക്ക് സാധാരണ കുട്ടികളെ പോലെ പുറത്തിറങ്ങി നടക്കാനും കഴിയില്ല. ഒരു മുട്ടായി പോലും വാങ്ങിച്ച് കഴിക്കാനും പറ്റില്ല. സത്യത്തിൽ എന്റെ ആഗ്രഹം അവൾക്ക് അതിന് കഴിയണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറ് വന്ന സ്ഥലം തെറ്റിപ്പോയി. ഞങ്ങളിവിടെ മിഠായി ഉണ്ടാക്കാറില്ല. അതിന് വല്ല മിഠായി കടയിലും പോകുന്നതായിരിക്കും നല്ലത്. ഹണി, അദ്ദേഹം പറയുന്നത് കില്ലിക്ക് നോർമൽ ലൈഫ് വേണമെന്നാണ്. അതെ, അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കാൻ വന്നതാണ്. എന്നാ ശരി, ഞങ്ങള് കില്ലിക്കേ ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുത്തോളാം. മിഠായി വാങ്ങിക്കൊടുക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ അവളുടെ ബോഡി ഗാർഡ്സ് ആവണം. പക്ഷെ അവൾക്ക് ബോഡി ഗാർഡ്സ് അലർജി അല്ലേ? ഇന്നാ ഞങ്ങള് കില്ലിയായിട്ടൊന്ന് കൂട്ടുകൂടിയത്. ഇനിയിപ്പോ അതും ഇല്ലാണ്ടാക്കോ? അവൾ വളരെ ക്യൂട്ടാണ്, അതുപോലെ തന്നെ കുസൃതിയുമാണ്. അവൾ വീണ്ടും ഓടിപ്പോകും. ഞാൻ ആ സമയം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഡോളി അവർ സ്കെച്ചിട്ടിട്ടുണ്ട്. അതെ, അവരെന്നെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടത് 100 കോടി രൂപയാണ്. അല്ലെങ്കിൽ അവർ ഡോളിയെ കിഡ്നാപ്പ് ചെയ്യൂ അത്രേ. ആരാടവർ? അറിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഗാർഡ്സുമായി ഏറ്റുമുട്ടുന്നത് കണ്ടു. അഥവാ നിങ്ങൾ അവളുമായി ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തും അവളോടൊപ്പം നിങ്ങളും ഉണ്ടാവും. സേഫ് ആയിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 24 മണിക്കൂർ ഞങ്ങൾ എങ്ങനെയാ അവളുടെ കൂടെ? അതാണോ? ഞാൻ അവളുടെ സ്കൂളിലും ഗേൾസ് ഹോസ്റ്റലിലും നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തരാം. ഞങ്ങൾ കില്ലിയുടെ കൂട്ടുകാരാണ്, പക്ഷേ ബോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഗേൾ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുക? അതിനുള്ള പോംവഴി എന്റെ കയ്യിലുണ്ട്. എനിക്ക് മനസ്സിലായി. നാളെ ഹോസ്റ്റലിലേക്ക് പോകാം. ഒന്ന് മിണ്ടാതിരിക്കടി. ഞാനിങ്ങനെ ഒരുപാട് വാർഡന്മാരെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. പുതിയ വാർഡൻ വളരെ സ്ട്രിക്റ്റ് ആണെന്നാ കേട്ടത്. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ആരും ഒരു പേടിയില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. വൃത്തികെട്ട സ്മെല്ലാണല്ലോ. ജുങ്കയുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാമായെന്നാണ് തോന്നുന്നത്.
എന്തൊരു വൃത്തികെട്ട മണവാ. ഗട്ടറിൽ നിന്ന് വൃത്തികെട്ട മണമല്ല വരൂ. അത് കട്ടറിൽ നിന്നല്ല മേഡത്തിൽ നിന്നാ വരുന്നേ. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാ ഗട്ടറിൽ നിന്ന് വന്നത്? പറയൂ മാഡം. ഞാൻ നിങ്ങളുടെ പുതിയ വാർഡനാണ്. ഗട്ടറിൽ കൂടി ഒളിച്ചാ വന്നത്. അതും നിങ്ങൾ സ്പെഷ്യലായി ചെക്ക് ചെയ്യാൻ. ഞാൻ ചെക്ക് ചെയ്തു. ഭയങ്കര കുസൃതി ഗട്ടറുകളാണ് നിങ്ങൾ. മാഡം, കുസൃതി കട്ടറുകളല്ല, കുസൃതി കൊടുക്കകളെന്നാ പറയാ. ഗട്ടർ കൂടിയല്ലേ വന്നത്, അപ്പൊ എല്ലാത്തിന്റെ കൂടെ ഒരു ചെറിയ ഗട്ടർ ഉണ്ടാവുമല്ലോ. ഇനി മേലിൽ ജുഗിയെ കളിയാക്കി പോകരുത്. നിങ്ങൾ എല്ലാവരും എന്റെ റൂൾ ഫോളോ ചെയ്യണം. ആരെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ലിസ്റ്റ് ആണ്. ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാവരും കയ്യിൽ വെച്ചോളാം. ഏതെങ്കിലും റൂൾസ് തെറ്റിയാൽ നമ്മൾ തമ്മിലും തെറ്റും. ഈ സാരി ഉണ്ടാക്കിയവരെ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ തലവണ്ട അടിച്ച് പൊട്ടിച്ചാണ് ഞാൻ. ഇനി പോയി ആ കില്ലി ഒന്ന് നോക്കാം. ആദ്യം പോയിട്ട് ഈ സാരി അങ്ങ് ചേഞ്ച് ചെയ്തേക്കാം. എന്താ ഈ ചെയ്യുന്നേ? മറ്റുള്ളവർ സംശയിക്കും. നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? ഞങ്ങൾ ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ വാച്ച്മാനാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. വാച്ച്മാൻ ആണാണോ? കൊച്ചളിയ, ഇത് ബോയി ആണ്. വെറുതെ നമ്മളിങ്ങനെ പെൺവേഷം കെട്ടി വരേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. അതെ, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. എന്റെ ജോലി ഇവിടെ തന്നെയാണ്. താങ്കൾ വളരെ നല്ലവനാണ്. ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി വാതിൽ തുറക്കും. എല്ലാവരും സുരക്ഷിതരാണോന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. അയ്യോ, ആ, അയ്യോ. ഒരുപാട് നാളായി ഞാനിവിടെ വാതിൽ തുറക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് എന്നെ ഇഷ്ടത്തോടെ ഒരാൾ കെട്ടിപ്പിടിക്കുന്നത്. നല്ല സ്നേഹമുള്ള കുട്ടിയാണ് ഇവൾ. യെസ് യെസ്. ജുങ്ക നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? കുറച്ച് പാലിൽ നല്ല കോൺഫ്ലെക്സ് ഇട്ട് സഹായിച്ചെന്നാ മാത്രം മതി. ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഹായ്, ഐ ആം വനിത. ഇതെന്റെ സിസ് ഹനിത. ഓക്കേ, വനിത ഹണിത. ഹനീറ്റയല്ല, ഹണീത. കൊച്ചളി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. കൊച്ചളിയനോ? അതെ, ഇവര് പരസ്പരം തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചളിയ വല്ലളിയ എന്നൊക്കെ വിളിക്കുന്നത്. ഇതെന്താ നിന്റെ ശബ്ദം ഇങ്ങനെ? അതെ, ചക്കപ്പഴം കഴിച്ചപ്പോ കുരു തൊണ്ടായി കുടുങ്ങിയതാ. അതാ അങ്ങനെ. സംശയമുണ്ടോ? ആ, ചക്ക കഴിച്ചപ്പോ ചക്ക ഇറക്ക് തൊണ്ടയിൽ ഒട്ടിപ്പിടിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ശബ്ദം വരുന്നത്. ഇനി വല്ല സംശയമുണ്ടോ? ഇനിയിപ്പോ എന്തിനാ സംശയിക്കുന്നേ? ജുങ്ക മാഡം, മാഡത്തിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നുന്നതേ ഏതോ ഒരാണ് ശബ്ദം മാറ്റി പെണ്ണിന്റെ പോലെ സംസാരിക്കുന്നതായിട്ടാ. ഇനിയിപ്പോ ഞങ്ങളെ സംശയിക്കുവാണോ? വളരെ ബുദ്ധിമതിയാണ് ഇവൾ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സ്റ്റുഡന്റിനെ കാണുന്നത്. അയ്യേ, ഈ വൃത്തികെട്ട സ്മെൽ എവിടെ നിന്നായി വരുന്നേ? ഇപ്പോഴും വരുന്നുണ്ടോ? ഞാൻ കുളിച്ചതാണല്ലോ. മാഡം ട്രെയിനേജിലാണോ താമസിക്കുന്നത്? അതോ ട്രെയിനേജ് വഴി ഇങ്ങോട്ട് വിളിച്ചാണോ വന്നത്? ഒളിച്ചെന്തിനാ വരുന്നത്? അതിന് ഈ മാഡം എന്താ കള്ളിയാണോ? ഞാൻ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തരാം. റൂം നമ്പർ 204. കോറിഡോറിൽ കൂടെ മുകളിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലെ മൂന്നാമത്തെ റൂം. ഇവർക്ക് ഞാൻ മുറി കാണിച്ചു കൊടുത്തിട്ട് വരാം ജുങ്ക മാഡം. ഇവന്മാരെന്താ നിന്റെ അമ്മായിയുടെ മക്കളാണോ? പോയി പണിയെടുക്കണോ? ഏകദേശം ഒരേപോലെ ഇരിപ്പുണ്ട്. അതായത് ഭൂൽബത്തിയെ പോലെ. കില്ലി എവിടെ ആയിരിക്കും? അന്വേഷിക്കേണ്ടി വരും. പുതിയ കുട്ടികളാണല്ലോ. തുമ്മി തോൽപ്പിക്കും ഞാൻ. ഞങ്ങള് കുട്ടികളെല്ലാം കാറ്റ്സ് ആണ്. ഇത് തത്തയുമാണ്. തലയിൽ ഇത്ര മുടിയുള്ളതുകൊണ്ടാണ് കുട്ടിയായിട്ട് തോന്നുന്നത്. ഇവനെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? നിങ്ങളുടെ പേര് വേഗം പറ. ബണിത, ഹനിത, സോറ, പിന്നെ പോപ്പ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ പോപ്പ് പോപ്പ് എന്ന് ഹോൺ അടിച്ചതാണെന്നാ. അയ്യോ, മുഖത്ത് കൈയൊന്ന് വെച്ച് തുമ്മിക്കൂടെ നിങ്ങക്ക്? എന്താ ചെയ്യേണ്ടതെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഈ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഉറപ്പായും കേൾക്കേണ്ടി വരും. തുമ്മിക്കൊണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ തുമ്മാതെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈനിയോട് തർക്കുത്തരം പറയുന്ന കണ്ടില്ലേ? എന്നിട്ടാണ് നീ ക്യൂട്ടാണെന്ന് പറയുന്നത്. വരൂ. നമ്മളെ ഇവര് രാഗിയൊന്നും അറിയില്ല. എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മ വേണം നമ്മൾ എന്തിനു വേണ്ടി എങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന്. വേഗം തുണികളെല്ലാം പിഴിഞ്ഞ് വിരിച്ചിട്.
ഒന്നും ഉണങ്ങിയിട്ടില്ല, നനഞ്ഞു തന്നെയാ ഇരിക്കുന്നെ. ഇപ്പൊ പിഴിഞ്ഞങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോ അത് ഉണങ്ങി കിട്ടിക്കോളും. സംശയമുണ്ടോ? എന്നാ പിന്നെ ഞാൻ നിന്നെ പിഴിഞ്ഞ് നന്നായിട്ട് ഉണക്കി തരട്ടെ. അതായത് പിഴിഞ്ഞിട്ടാണോ അതോ തുമ്മിയിട്ടാണോ? വാ, വേഗം വാ, നമുക്ക് ബാക്കിയുള്ള ജോലി ചെയ്യാം. എന്റെ ഡ്രസ് കത്തിച്ചോ? മതി, ഒരുപാടായി. ഗേൾസ് അറ്റാക്ക്! ഒരിക്കലും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? വാർഡൻ മേഡം, ഈ കാറ്റുകളെ ഇവരെല്ലാരും കൂടി ആക്രമിക്കുകയാണ്. പേട ഇവരെല്ലാരും വന്നപ്പോ മുതൽ ഞങ്ങളെ ടോർച്ചർ ചെയ്യാ. കള്ളമാണ്, ഈ ഹണീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാഡം, ഈ ലൈലിയാണ് എപ്പോഴും കുസൃതി കാണിക്കാറുള്ളത്. ആരെന്തൊക്കെ ചെയ്യുന്നെന്ന് ഈ ജുങ്കയ്ക്ക് നന്നായിട്ട് അറിയാം. ജുങ്കയുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മുഖത്തോട്ട് തുമ്മിക്കഴിഞ്ഞാലേ ആരുടെ ക്ഷമയാണെങ്കിലും നശിച്ചു പോകും. വേഗം പോ. ഹോസ്റ്റലിൽ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. റൂൾ നമ്പർ 9, എല്ലാവരും റൂമിലേക്ക് വെക്കോ. എന്നാ പൊക്കോ. സെക്യൂരിറ്റി അങ്കിളെ, ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം. അതെ സെക്യൂരിറ്റി അങ്കിളെ. ഇവരങ്ങനെ വിളിച്ചോട്ടെ, പക്ഷെ നീ എന്നെ അങ്കിളേന്ന് വിളിക്കണ്ട. നോ വാച്ച്മാനെ, വേഗം ഗേറ്റിലോട്ട് പോ. നിങ്ങളും വെക്കോ. ഈ എല്ലാ പിള്ളേരെ ഹാൻഡിൽ എന്തൊരു പാടാ. ഈ ജുങ്കയുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഈ കില്ലിയെ ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? ഈ ഡിഗ് വെച്ചാലുള്ള ചോർച്ചിൽ അസഹനീയമാണ്. സംശയമുണ്ടോ? പെൺകുട്ടി അവൻ വളരെ ബുദ്ധിമുട്ടാണ്. വിക്കെടുത്ത് വെക്ക്. കൊച്ചലിയ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. വിക്കൊന്ന് നേരെ വെക്കടാ കഴുതേ. അയ്യോ, നിങ്ങളുടെ മുടിക്കൊക്കെ എന്താ പറ്റിയത്? വരൂ വരൂ, ഞാൻ നിങ്ങളുടെ മുടി നന്നാക്കി തരാം. അയ്യോ വേണ്ട വേണ്ട, ഇവിടെ വൃത്തിയാക്കിയപ്പോ മുടി പറന്നതാണ്. ഞങ്ങള് കുളിച്ചു കഴിയുമ്പോ ശരിയായിക്കോളും. നീ എന്തിനാ വന്നേ? ഞാനോ? ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വന്നതാ. നിങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഒപ്പം ആയിരിക്കും. നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങള് വല്ലാത്ത കൂർക്കം വലിച്ചാ കിടന്നുറങ്ങുന്നത്. ഓ, അതൊരു പ്രോബ്ലം ആയിരിക്കും. നീ പൊയ്ക്കോ, ഞങ്ങളൊന്ന് കുളിക്കട്ടെ. ഓക്കേ, ഞാൻ നിങ്ങളുടെ പുറം തേച്ച് തരാം. വേണ്ട, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറം തേച്ചു കൊടുത്തോളാം. ബൈ. ലൈനിയുടെ ചാരത്തിയാ രണ്ടെണ്ണം വെച്ചു കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. സംശയമുണ്ടോ? വേണ്ട, ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കില്ലിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് വന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ കില്ലിയെ കണ്ടില്ലല്ലോ. അവളെ നമ്മൾ എങ്ങനെ രക്ഷിക്കാ? നമുക്ക് ഇന്ന് രാത്രി കില്ലിയുടെ റൂം കണ്ടുപിടിക്കണം. എല്ലാ റൂമും ചെക്ക് ചെയ്യണം. ഓക്കേ. ഏയ്, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ജോലിക്കായി ഇറങ്ങും. സംശയമുണ്ടോ? സൂക്ഷിച്ചു വേണം, ആരും കാണരുത്. ഒളിച്ച സിനിമ കാണാൻ പോകുന്നതിന്റെ രസം വേറെ തന്നെയാണ്. റൂള് തെറ്റിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് രസം? അച്ചി തുമ്മിക്കൊണ്ട്.
പ്രേതമൊന്നുമല്ല, കള്ളനാണ്. പിടിക്കവനെ. വേഗം എല്ലാരും മുഖം പറഞ്ഞേ. എനിക്കറിയാമായിരുന്നു ദൈവം എന്നോട് കരുണ കാണിക്കുമെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് കരുണ കാണിക്കുമെന്ന് വിചാരിച്ചില്ല. ബുൽമതി, ഞാൻ ഹണിതയാ. ഇവിടെ എന്തോന്നാ ഈ നടക്കുന്നത്? എന്ത്? ഇത് നിങ്ങൾ 4 പേരും ആയിരുന്നോ? മാഡം, അവര് കള്ളന്മാരാണെന്ന് വിചാരിച്ചാ ഞങ്ങൾ അവരെ പിടിക്കാൻ വന്നത്. ഇവർ കള്ളന്മാരാണോ? കള്ളന്മാർ ഇത്രയും സ്നേഹമുള്ളവരായിരിക്കോ? ലൈനി പിന്നീട് ആദ്യം ഇവര് 4 പേരോട് ചോദിക്ക്. മാഡത്തിന്റെ റൂൾസ് തെറ്റിച്ച് രാത്രിയിൽ നിങ്ങൾ എന്തിനാണ് കറങ്ങി നടന്നത്? തുമ്മിക്കൊണ്ട്. അതിന് ഞങ്ങളാരും തുമ്മിയില്ലല്ലോ. അതെ, ഇവൾ കള്ളത്തരം പറയുകയാണ് മാഡം. എനിക്ക് ഈ ഡൈനിയുടെ സ്വഭാവം നന്നായി അറിയാം. റൂൾ നമ്പർ 32 തെറ്റിച്ചില്ലേ നിങ്ങൾ? ലൈറ്റ് ഓഫിന് ശേഷം എന്തിനാണ് പുറത്തിറങ്ങിയത്? ഭയങ്കര ഗ്യാസ് ആയതുകൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. 4 പേർക്കോ? അതെ, 4 പേരും ഒരേ ഭക്ഷണമല്ലേ കഴിച്ചത്? സംശയമുണ്ടോ? ലൈനി, അങ്ങനെ ചെയ്യരുത്. എല്ലാരും പോയി ഉറങ്ങ്. നാളെ രാവിലെ കബഡി മാച്ചുണ്ട്. നമുക്ക് കബഡി കുറച്ച് പ്രാക്ടീസ് ചെയ്താലോ? ഈ ലൈലിയെ കൊണ്ട് വളരെ തൊന്തരമായല്ലോ. ഞാൻ നിങ്ങളുടെ റൂമിന്റെ പുറത്ത് തന്നെ നിന്നോളാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ അകത്തോട്ട് വിളിച്ചാ മതി. ഹോ, ഈ കിളവൻ ഹണിയുടെ പുറകെ കൂടിയിരിക്കുകയാണല്ലോ. അങ്കിള് പൊയ്ക്കോ, എല്ലാം ഞങ്ങള് നോക്കിക്കോളാം. അതെ അങ്കിളെ. നീയെങ്കിലും എന്നെ അങ്കിളേന്ന് വിളിക്കല്ലേ പ്ലീസ്. എന്നാ പിന്നെ ശരി അങ്കിളെ. ഞങ്ങളുടെ സിനിമ കാണാനുള്ള പ്ലാൻ നിങ്ങൾ നശിപ്പിച്ചു. തുമ്മിക്കൊണ്ട്. വേറെ ആരെങ്കിലും തുമ്മിയത് ഞങ്ങൾ ഓടുകയായിരുന്നു. അത് ഞാൻ കണ്ടതാണല്ലോ. നിങ്ങളെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞില്ല. നാളെ നിങ്ങൾ ഞങ്ങളുടെ ടീമിലായിരിക്കും. ശരി, ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. രാവിലെ 7 മണിക്ക് ഗ്രൗണ്ടിൽ കാണാം. ഷാർപ്പ്. ലൈനി, 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 ലൈനി. കില്ലി, 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 കില്ലി. കില്ലി, കൊച്ചലേ ദേ കില്ലി. എന്റെ ടീമിൽ നിന്നോണ്ട് കില്ലി കില്ലിന്ന് വിളിച്ചു കൂന്നോ? അയ്യോ, വിളിച്ചു കൂവിയതല്ല. അവളെ കണ്ടതിലുള്ള സന്തോഷാണ്. ഞങ്ങൾ കില്ലിയെ തന്നെയാണ് അന്വേഷിച്ചു വന്നത്. എന്തിന്? അത് പിന്നെ രാവിലെ മുതൽ കില്ലിയുടെ പേരാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ട് തോൽപ്പിക്കുന്ന ആളെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. നീ ഹീൽസ് ഇട്ടോണ്ടാണോ കബഡി കളിക്കാൻ പോകുന്നത്? ആ അതെ, പെൺകുട്ടികൾ സാധാരണ ഹീൽസ് അല്ലേ ഇടാറുള്ളത്. അങ്ങനെ ആരും ഇടാറില്ല. ഞാൻ ഷൂസ് കൊണ്ടുവരാം. പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടാ വന്നിരിക്കുന്നത്, അതും തുമ്മിക്കൊണ്ട്.
നിങ്ങൾ നാലുപേരെയും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, നമ്മള് മാർക്കറ്റിൽ. മാർക്കറ്റിൽ ഞങ്ങളെ പോലെ നല്ല പാവകളെ വാങ്ങാൻ കിട്ടും. ഇതെന്താ നിങ്ങളെ കൈ കെട്ടിരിക്കുന്നേ? അങ്കിളെന്ന് വിളിക്കല്ലേ മോളെ, ഈ കർച്ചീഫ് ബോൾമതിയുടേതാണ്. ഇത് കെട്ടിക്കൊണ്ട് കളിക്കുമ്പോഴെല്ലാം അവൾ ജയിക്കുമായിരുന്നു. കബഡി 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 കബഡി. അവള് നന്നായി കളിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ കബഡി കളിക്കുന്നേ? കബഡി 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 എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ തുമ്മിക്കൊണ്ട്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബോൾമതിയെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കേ. കബഡി 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 കബഡി. ബോൾമതി സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഏയ് 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 മണ്ണീട്ടാ, വേഗം ചെല്ല് തുമ്മിക്കൊണ്ട്. അതെ, നീ തുമ്മിക്കൊണ്ട് തന്നെ പോണേ. പിന്നീട് തുമ്മിക്കഴിഞ്ഞാലേ ചിലപ്പോ ഔട്ടായി പോകും. കബഡി 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 പിടിക്കവളെ, കബഡി കബഡി രക്ഷപ്പെടാൻ കബഡി കബഡി അനുവദിക്കരുത്. കബഡി 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 കൊള്ളാം പരിത, അടിപൊളി, തോറ്റു കൊടുക്കരുത്. അയ്യോ, എന്തായി ചെയ്യുന്നത്? പുലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് ചുവട് പുറകോട്ട് പോകുന്നതാണ്. വനിത പുലിയുടെ ചേച്ചിയെ അറ്റാക്ക് ചെയ്യും. കബഡി 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 കബഡി. കബഡി 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 കബഡി. നന്നായിട്ട് കളിച്ചു. ജയും തോൽവിയൊക്കെ സ്വാഭാവികമല്ലേ. അടുത്ത പ്രാവശ്യം ജയിക്കും. നാളെ നിങ്ങളെ ഞാൻ കബഡി പഠിപ്പിക്കാം. പക്ഷെ അടുത്ത മാച്ച് അടുത്ത വർഷമായിരിക്കും. അപ്പോഴേക്ക് ഞങ്ങളെല്ലാം പഠിച്ചിട്ടാവും അങ്കിളേ. അങ്കിൾ എന്നെ വിളിക്കരുത് തന്നെ. നിങ്ങൾ അങ്ങനെ വിളിച്ച ഹണിതി അങ്ങനെ വിളിക്കും. നിങ്ങൾക്ക് അഥവാ അങ്കിളെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇനി തുടങ്ങി ഞാൻ നിങ്ങളെ അമ്മാവ എന്ന് വിളിക്കാം. എന്റെ പേര് പ്യാരിലാൽ എന്നാണ്. നിങ്ങൾ എന്നെ വേണമെങ്കിൽ സ്നേഹത്തോടെ പ്യാരി എന്ന് വിളിച്ചോളൂ. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അത് ചിലപ്പോ സ്വപ്നത്തിലായിരിക്കും കണ്ടത്. മറ്റെവിടെയോ വെച്ചാ കണ്ടിട്ടുള്ളത്. ഇപ്പോഴായിരിക്കും. കബഡി കളിച്ചപ്പോ നമ്മൾ കണ്ടില്ലേ? നീ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ നല്ല പ്ലേയേഴ്സ് ആണ്. ഇന്ന് രാത്രി ഡിന്നറിനായി എന്റെ റൂമിലേക്ക് വരാമോ? റൂം നമ്പർ 120. റൂം നമ്പർ 120. റൂം നമ്പർ 120. ശരി, ഞങ്ങൾ തീർച്ചയായിട്ടും വരാം. ക്ഷീണിച്ചിട്ടുണ്ടാവും. ഞാൻ ഹെഡ് മസാജ് ചെയ്യട്ടെ? ഇപ്പൊ വേണ്ട, ഞങ്ങൾക്ക് കുളിച്ചിട്ട് രാത്രി പാർട്ടിക്ക് വേണ്ടി തയ്യാറാകണം. കൊച്ചലിയ, കുളിക്കുന്ന സമയത്ത് വിഗ് ചീത്തയായി പോയി. എടാ കരുതേ, നീ എന്തിനാ വിഗ് വെച്ച് കുളിച്ചത്? ഞാനിത് ഊരി മാറ്റാൻ മറന്നുപോയതാണ്. അല്ല, നിങ്ങളുടെ മുടിക്ക് എന്താ പറ്റിയത്? ഞങ്ങള് പാർട്ടിക്ക് വേണ്ടി പോവല്ലേ, അതുകൊണ്ട് മുടി ഒന്ന് നേരെയാക്കിയതാ. സംശയമുണ്ടോ? അത് മുടിയല്ലേ, ജസ്റ്റ് ഒന്നല്ലല്ലോ പോകുന്നതിന് മുമ്പ് നേരെ നിൽക്കാനായിട്ട്. അത് പിന്നെ ഷാമ്പു ആന്ന് വിചാരിച്ച് ഫിനോയിലാ തേച്ചേ. അതാ ഇങ്ങനെ ആയത്. ശരി, ഞാൻ സ്ട്രെയിറ്റ്നർ കൊണ്ടുവന്ന് ശരിയാക്കി തരാം. വേണ്ട. അവള് വരുന്നതിന് മുമ്പ് നമ്മൾ റെഡിയാകണം. ഹണി, വേഗം മുടി റെഡിയാക്ക.
കൂട്ടുകാരെ ഈ പെൺകുട്ടികൾ എങ്ങനെ ഈ മേക്കപ്പ് ചെയ്യുന്നേ? അയ്യോ എന്റെ കണ്ണിലെ മസ്കാർ പോയേ. എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നത്? പെൺകുട്ടികളായിട്ട് മേക്കപ്പ് ചെയ്യാറില്ലേ? കുഴപ്പമില്ല, ഞാൻ ചെയ്തുതരാം. അയ്യോ വേണ്ട, കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ തന്നെ മേക്കപ്പ് ചെയ്യുന്നേ. ഓ, പാർട്ടിയാണല്ലേ? ഞാൻ വളരെ നന്നായി മേക്കപ്പ് ചെയ്തു തരാം. വേണ്ട, ഞങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. സംശയമുണ്ടോ? നിങ്ങൾ എന്താ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത്? അത് ഞങ്ങളെല്ലാം സ്വന്തമായിട്ടാ ചെയ്യുന്നേ. ദാ കണ്ടില്ലേ, ഹണിതയുടെ മുടിയും ശരിയായി. ഹണിതേ, ഇവളെ റൂമിൽ കൊണ്ടാക്കിട്ട് വാ, അവൾക്കും റെഡി ആവണ്ടേ. കൂട്ടുകാരെ ഈ ഹീലുള്ള ചെരുപ്പെട്ടി പെമ്പിള്ളേർ എങ്ങനെ നടക്കുന്നേ? എനിക്ക് പറ്റുന്നില്ല. മാനജയ്യ, കില്ലിയുടെ കൂടെ നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പെൺകുട്ടികളായി തന്നെ നിക്കണം. സംശയമുണ്ടോ? ആള് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് രാത്രി തന്നെ ചെയ്യണം. ഓക്കേ, ഇന്ന് രാത്രി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ബോസ് മെസ്സേജ് അയച്ചാ മതി. വെറുതെ നീ ജുങ്കയുടെ ക്ഷമ പരീക്ഷിക്കരുത്. ക്ഷമിക്കുന്നത് നല്ലതല്ലേ ബോസ്? മര്യാദക്ക് പറയുന്ന കേക്കടാ. കില്ലിയെ വേഗം കിഡ്നാപ്പ് ചെയ്യണം. രാത്രി 10 മണിക്ക് ഹോസ്റ്റലിൽ എല്ലാരും ഉറങ്ങും. നിങ്ങൾ എല്ലാവരും ഇങ്ങ് വന്നേക്കണം. പിന്നും വളർന്നല്ലോ. ക്ഷമ ചെയ്ത് ചെയ്ത് എന്റെ ക്ഷമ മൊത്തം നശിച്ചല്ലോ. മേഡം അപ്പൊ വിഗ് വെക്കാറുണ്ടോ? അതെ. അല്ല, എന്റെ മുടി അല്പം കൊഴിയാറുണ്ട്. അതുകൊണ്ട് ഇത് വെക്കേണ്ടി വരാറുണ്ട്. മുടിയില്ലാതെ വാർഡനെ കാണാൻ വൃത്തിയേടാവില്ലേ? അതെ, പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഷേവ് ചെയ്യുന്നത്? അയ്യോ, ഇത് ഷേവിംഗ് ക്രീം അല്ല, ഫേസ് വാഷ് ആണ്. ഫേസ് വാഷ്. ഞാൻ കഴുതയാണ്, പക്ഷെ നിങ്ങളുടെ അത്രയും കഴുതയൊന്നും അല്ല. എന്റെ കള്ളി വെളിച്ചത്തായി. ഹണിത ഇത് ആരോടും പറയരുത്. കാരണം എന്റെ മുടിക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. തലയിലെ മുടി കൊഴിയുന്നുണ്ട്, താടിയിലെ രോമങ്ങൾ വളരുന്നുണ്ട്. ഓ, എന്തായാലും നിങ്ങൾ ഡോക്ടർ ബാലുവിനെ കാണിക്കേ. ഞാൻ എന്തായാലും ഇക്കാര്യം ആരോടും പറയില്ല. നീ എങ്ങോട്ടായി പോയത്? ഞാനാണ് എന്നെ മുറിയിലാക്കിയിട്ട് വാർഡൻ. എടാ, ഇപ്പൊ നിന്റെ കഥ ഒന്നും കേൾക്കാനുള്ള സമയമില്ല. ബണി, ഒന്നുകൂടി ഒന്ന് മുട്ടി നോക്ക്. വാതില് തുറന്നിട്ടിരിക്കുക. റൂം നമ്പർ 120 ഇത് തന്നെയാണല്ലോ. സംശയമുണ്ടോ? അതിലിപ്പോ സംശയിക്കാൻ എന്താ ഉള്ളത്? വാതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, റൂം നമ്പർ 120. ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കും തോന്നുന്നു. വാ, അകത്തേക്ക് പോകാം. ആ, ഹണി, ലൈറ്റ് ഓൺ ചെയ്യേ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഏതോ ഹോട്ടൽ റൂമിലേക്ക് വന്നു എന്നാണ്. ഇന്നത്തെ ഡിന്നർ എന്തായാലും അടിപൊളിയായിരിക്കും. തുമ്മിക്കൊണ്ട്. അപ്പൊ ലൈമി, നിന്റെ തമാശ കഴിഞ്ഞെങ്കിൽ തുമ്മിക്കോണ്ട് നമുക്ക് ഡിന്നർ കഴിച്ചാലോ? എങ്ങനെ മനസ്സിലായി? നീ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ. സംശയമുണ്ടോ? നല്ല ഗെയിം ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഞങ്ങളെ കണ്ട് പ്രേതം പോലും പേടിച്ചു പോകാറുണ്ട്. എന്നാ വാ, നമുക്ക് ഡിന്നർ കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. നിങ്ങൾ എല്ലാരും പേടിച്ചതായിട്ട് അഭിനയിച്ചതാണോ? എല്ലാ രസവും പോയി കിട്ടി. ഇനി നമുക്ക് ഡിന്നറിന് ശേഷം ഗെയിം കളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി തരട്ടെ? വേണ്ട, കില്ലി ഞങ്ങൾക്ക് വേണ്ടി ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഡിന്നർ എവിടെ? നിങ്ങൾ എല്ലാവരും പേടിച്ചോടുമെന്നാ ഞങ്ങൾ കരുതിയത്. നിങ്ങൾ ധൈര്യശാലികൾ തന്നെയാണ് ഫ്രണ്ട്സ്. ആദ്യമായിട്ടാണ് എനിക്ക് പറ്റിയ ഫ്രണ്ട്സിന് കിട്ടുന്നത്. ഒരു അരമണിക്കൂർ സമയം തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഡിന്നർ അറേഞ്ച് ചെയ്യാം. തുമ്മിക്കൊണ്ട്. എല്ലാം ഹൈജീനിക് ആയിരിക്കണം. ഡിന്നർ ഉണ്ടാക്കുമ്പോ തുമ്മാൻ പാടില്ല. നീ എപ്പോഴും ഇങ്ങനെ കരുതയായിരിക്കും. നിനക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ? ഈ തുമ്മിക്കൊണ്ട് എന്ന് പറയുന്നത് ലൈലിയുടെ സ്റ്റൈലാണ്. സംശയമുണ്ടോ? ലൈനി, ഹണി പറഞ്ഞത് ശരിയാണ്. ഡിന്നർ ഉണ്ടാക്കുന്ന സമയത്ത് തുമ്മാതെ നോക്കിക്കോണേ. സംശയമുണ്ടോ? എങ്കിൽ വരൂ, ഡിന്നർ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതെ,
അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കുറച്ച് ഫ്രീ ആവും. സംശയമുണ്ടോ? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഈ സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് പുറത്തോട്ട് നടക്കുമ്പോ ആലോചിക്കാം. ഇല്ല, എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. ആരെങ്കിലും രാത്രി കിഡ്നാപ്പ് ചെയ്യാൻ വന്നാലോ? അതിന് ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. അതെ ഗില്ലി, ഇത്രയും പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇവിടെ ക്യാമ്പസിലല്ലേ, നീ ഒന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തും. അത് തൂങ്ങിക്കൊണ്ട്. വരൂ കിളി, നമുക്ക് പോകാം. ഓ, ആദ്യമായിട്ടാ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്. അതെ, ഞങ്ങളാണെങ്കിൽ രാവിലെ നടക്കാൻ ഇറങ്ങുന്നത്. You are so cute, ഹണീത. അപ്പൊ ഞാൻ ക്യൂട്ടല്ലേ? നീയും വളരെ ക്യൂട്ടാണ്. പക്ഷെ അവരത്ര ക്യൂട്ട് അല്ല. പേടിക്കേണ്ട കെല്ലി, ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളവരെ നിന്നെ ആർക്കും ഒന്നിനെ ചെയ്യാൻ കഴിയില്ല. മാറി നിൽക്ക്. എല്ലാവരും എന്നെ കാളി എന്നാ വിളിക്കുന്നത്. കാളി. കാളി, ഇന്ന് ഞങ്ങൾ നിന്നെ കാലിയാക്കി തരാം. കാളി, ഇന്ന് നീ ഞങ്ങളുടെ ഇടി കൊണ്ടതിന് ശേഷം നിനക്ക് തന്നെ സംശയം വരും, നീ കാളിയാണോ അതോ കാലിയായോ എന്ന്. Attack! കൂട്ടുകാരെ സൂക്ഷിച്ച. വരൂ. ഈ കാളി എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? ചുങ്കയുടെ ക്ഷമ വെറുതെ പരീക്ഷിക്കരുത്. നിർത്താനാ പറഞ്ഞത്. നിങ്ങൾ പേടിക്കണ്ട, കിട്ടുന്നത് മൊത്തം ഈ ഗുണ്ടകൾക്കായിരിക്കും. അയ്യോ സോറി, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. അയ്യോ, ഈ കാളി ഇതെങ്ങോട്ടാ പോയതാ? അതാ നിൽക്കുന്നു. അയ്യോ ബോസ്, ബോസ് ഞങ്ങളെ തന്നെ ആക്രമിക്കുകയാണ്. ശീലിട്ട് ഓടി എനിക്ക് ഒരു ശീലവും ഇല്ല. എന്നാ പിന്നെ വരുന്നതിന് മുമ്പ് അതൊക്കെ ശീലിക്കാൻ വരുന്നില്ലേ സാറിന്? പ്ലാൻ ചെയ്തു ഒന്ന് വൃത്തിക്ക് ചെയ്തുകൂടായിരുന്നോ സാറിന്? എടാ, എന്റെ സാറത്ത് വിളിക്കരുത്. ഞാൻ പിടിച്ചേ. ഓടടാ കഴുതേ, ഓട. മര്യാദക്ക് എന്റെ കുട്ടി വിട്ടിട്ട് ഓടടാ കഴുതേ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ ഞാൻ ഡോട്ട് ബോർഡ് ആക്കി കളയും, പറഞ്ഞേക്കാം. സംശയമുണ്ടോ? ഇതെന്ത് ഭീഷണിയാണിത്? മനസ്സിലാക്കി തരാം. ദാ പിടിച്ചോ. അയ്യോ അയ്യോ, ഇത് ആൺകുട്ടികളാണ്. രക്ഷപ്പെട്ടേ. ഓടിക്കോ, ഓടി, എല്ലാരും രക്ഷപ്പെട്ടോ ഇവിടുന്ന്. ഹണീത്തെ, നീ ആൺകുട്ടിയാണോ? ഇവരെന്റെ കൂട്ടുകാരായ ഹണിയും ബണ്ണിയാണ്. പക്ഷെ നിങ്ങൾ എന്തിനാ പെൺവേഷം കെട്ടിയത്? രണ്ടുപേരല്ല, 4 പേര്. പെൺവേഷം കെട്ടി ഗേൾസിന്റെ ഹോസ്റ്റലിൽ കയറിയല്ലേ നിങ്ങൾ? ആ, എത്ര ക്യൂട്ടായ പൂച്ചകളാണ് തുമ്മിക്കൊണ്ട്. എനിക്കിവരെ കണ്ടപ്പോ തൊട്ടേ ഇഷ്ടം തോന്നി തുടങ്ങിയതാ. എന്ത്? വേഗം ചുങ്കയുടെ കേബിളിലേക്ക് വാ. നിങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങളെ ഹോസ്റ്റലിന്റെ ഡിസിപ്ലിൻ നശിപ്പിച്ചു. നിങ്ങൾ എപ്പോഴാണ് ഈ ഹോസ്റ്റലിൽ വന്നു കയറത്? അപ്പം തുടങ്ങി ഇവിടെ മൊത്തം പ്രശ്നമാണ്. മേഡം,
പെൺവേഷം കെട്ടി ഹോസ്റ്റലിൽ കയറാൻ നിങ്ങൾക്ക് എത്ര ധൈര്യം വന്നു? അതങ്ങനെ ധൈര്യം കൊണ്ടൊന്നും അല്ല. ഞങ്ങളെ കില്ലിയുടെ ബോഡി ഗാർഡ്സാക്കി കില്ലിയുടെ സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഹോസ്റ്റൽ ക്യാമ്പസിൽ ബോയ്സ് അലോഡ് അല്ല. റൂൾ നമ്പർ 21 വായിച്ചില്ലേ നിങ്ങൾ? സാർ, കില്ലി അപകടത്തിലാണ്. സാറ് കേട്ടതല്ലേ? 2 പ്രാവശ്യം അവളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ കിഡ്നാപ്പേഴ്സിനെ ഹോസ്റ്റലിന്റെ പുറത്ത് തടഞ്ഞാ മതി. വേഗം ഹോസ്റ്റലിന്റെ പുറത്തിറങ്ങ. മാഡം പറയുന്ന കേൾക്ക്. റൂൾ നമ്പർ 69 വാർഡനോട് ന്യായീകരണം വേണ്ട. ഗെറ്റ് ഔട്ട്. ഞങ്ങളൊന്ന് പറയട്ടെ. ഗെറ്റ് ഔട്ട്. കില്ലി, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങൾക്കറിയില്ലേ എനിക്ക് ബോഡി ഗാർഡിനെ ഇഷ്ടമല്ലെന്ന്. വേഗം പോവാനോ. കരയുണ്ടെങ്കിലേ ഞാൻ അങ്കിളിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നോളാം. അതൊന്നും കുഴപ്പമില്ല മോനെ. ഇനിയിപ്പൊ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? അങ്കിളി എല്ലാവർക്കും വേണ്ടി വാതിൽ തുറക്കാറുണ്ട്. ഞാൻ എന്നും രാവിലെ വന്ന് അങ്കിളിന് വേണ്ടി വാതിൽ തുറക്കാം. അങ്കിളിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുറച്ചു നേരം മുമ്പ് വരെ എനിക്ക് മോളെയും ഭയങ്കര ഇഷ്ടം, അല്ലല്ല മോനെയും വളരെ ഇഷ്ടമായിരുന്നു. എല്ലാവരും റൂമിലേക്ക് വെക്കോ. വെക്കോ. ആരും റൂമിന് പുറത്തേക്ക് ഇറങ്ങരുത്. പിന്നെ നിങ്ങൾ 4 പേരും ഇപ്പോ ഈ നിമിഷം ക്യാമ്പസിന് പുറത്തു പോകണം. വെക്കോ. കാളെ തിരിച്ചു വാടാ. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. കില്ലിയ റൂം നമ്പർ 15 പൊക്കിക്കോ. ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളിപ്പോ വളരെ സന്തോഷത്തിലാണ്. കൂട്ടുകാരെ, കില്ലി അപകടത്തിലാണ്. നമ്മളിപ്പോ പുറത്തു പോവാണ്. ആ വിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വിഗ് പോയനിപ്പോ എന്താ പ്രശ്നമുള്ളത്? വിഗ് ഇടയ്ക്കിടയ്ക്ക് ആ വാർഡിനെ ഊരി മാറ്റാറുണ്ട്. എടാ കഴുതേ, ആ വാർഡന് വിഗിന്റെ ആവശ്യം എന്താ? അവര് പെണ്ണ് തന്നെയല്ലേ? അതെ, പക്ഷെ അവർക്ക് ചെറിയ ചെറിയ മുടികളാണ്. അതുകൊണ്ട് അവർ വിഗ് വെക്കുന്നത്. അവര് മുറിയിൽ നിന്ന് ഷേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ആ അതെ, അവർക്ക് എന്തോ പ്രശ്നമുണ്ട്. തലയിലെ മുടി കുറഞ്ഞോണ്ടിരിക്കുകയാണ്. താടിയിലാണെങ്കിൽ മുടി വളരുന്നുണ്ട്. അതാണ് കാര്യം. അവർക്കൊരു പ്രശ്നമില്ല. അവരാണ് ഏറ്റവും വലിയ പ്രശ്നം. ജുങ്ക പെണ്ണല്ല, ആണാണ്. മാത്രമല്ല അയാളാണ് കില്ലിയെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നത്. ചെല്ല്, എല്ലാവരും റൂമിലോട്ട് പൊയ്ക്കോ. അയാളെ കിഡ്നാപ്പേഴ്സിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെ, ആ ജുങ്ക നമ്മളെക്കാളും ഒരു കൂടെ മുമ്പേ എറിഞ്ഞു. അപ്പൊ ഇന്ന് രാത്രിയാണ് കിഡ്നാപ്പിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? നമ്മളെ ഇപ്പൊ പുറത്താക്കി കില്ലിയുടെ പുതിയ ഗാർഡ്സ്. നാളെ നേരം വെളുക്കുന്നിടം വരെ നോക്കി നിൽക്കില്ല. അവർ ഇന്ന് തന്നെ കില്ലിയെ കിഡ്നാപ്പ് ചെയ്യും. അങ്ങോട്ട് നോക്ക്. എന്റെ സംശയം ശരിയായിരുന്നു. വേഗം വാ, നമുക്ക് അകത്ത് പോയിട്ട് ജുങ്കയുടെ ചങ്ക് നമുക്കെല്ലാവർക്കും കൂടി ഇടിച്ച് പരത്താം. ചെല്ല്, എല്ലാവരും റൂമിലോട്ട് പൊയ്ക്കോ. കില്ലി, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നിന്നെ ഞാൻ എന്റെ റൂമിൽ താമസിപ്പിക്കാം. മേഡം, ഞങ്ങൾക്ക് ഇരുട്ട് പേടിയാണ്. അതുകൊണ്ട് മേഡത്തിന്റെ കൂടെ ഇവിടെ നിന്നോളാം. നിങ്ങൾ വീണ്ടും എത്തിയാ? ഞങ്ങളുടെ വിഗ് ഇവിടെ വെച്ച് മറന്നുപോയി. സംശയമുണ്ടോ? ഇവിടെ ഒരു വിഗും ഇല്ല. ആ വിഗ് ഉണ്ടല്ലോ. അപ്പോ ഇവൻ ആരായിരുന്നു? അതെ, ഇയാളാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നത്. കാളിയുടെ അമ്പലം എന്താ തൊട്ടപ്പുറത്താണ്. രാവിലെ എഴുന്നേറ്റ് പോയി തൊഴുതാ മതി. ജുങ്കയുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. കാളി എടാ കാളി, ഇന്ന് ഞാൻ നിന്നെ അലക്കി പിഴിഞ്ഞ് അയയിൽ വിരിച്ചിട്ട് നോക്കിക്കോ നീ. ജുങ്കയുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. നീ വിഷമിക്കണ്ട. ഇനി നിനക്ക് ക്ഷമിക്കേണ്ട ആവശ്യം വരില്ല. നിന്നെ അലക്കിയെടുത്ത് കുത്തി പിഴിഞ്ഞങ്ങൾ. സംശയമുണ്ടോ?
കൊച്ചലിയ ഞാൻ കാളിയെ കാലിയാക്കാം. നീ ആ ജുങ്കയുടെ ചങ്കിടിച്ച് കലക്ക്. ഇയ്യ. ഈഷ്. സർ, അവന്റെ ചാറ് ഞങ്ങൾ നേരത്തെ പിഴിഞ്ഞെടുത്തതാണ്. ഈഷ്, പോലീസ് വെറും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വരുന്നത്, ചിലപ്പോഴൊക്കെ ഇടിക്കാനും വരും. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ, ഹണിയും ബണ്ണിയും സോർദാറും പോപ്പറ്റും കൂടി എന്നെ രക്ഷിച്ചു. ആ, ഇപ്പൊ ചുങ്ക പിടിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിനക്ക് മറ്റു കുട്ടികളെ പോലെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റും. താങ്ക് യു കുട്ടികളെ. നിങ്ങൾ കാരണം എന്റെ മകൾ ഇപ്പോൾ സേഫ് ആണ്. അതെ, നിങ്ങൾ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് ഗില്ലിയെ കാണാൻ ഇങ്ങോട്ട് വരണേ. പിന്നെ എന്നെ കാണാൻ വരണേ. വേണ്ടെന്ന് പറയാൻ ഇനി ജുങ്കയില്ലല്ലോ. ജുങ്കയുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഈഷ്, നീ എന്താണ് ചെയ്യുന്നത്? ഈ ജുങ്കയുടെ ക്ഷമ എന്തുമാത്രം നശിച്ചൊന്ന് നോക്കിയതാ. ക്ഷമയില്ലാത്ത ഇവനെ പോലീസ് സ്റ്റേഷൻ വരെ എത്തുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവന്റെ ക്ഷമയൊന്ന് പരീക്ഷിച്ചതാണ്.